പേര് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അന്ന് പേര് നമ്മൾ പറഞ്ഞിരുന്നത് വിഷ്ണു, പിന്നെ വേറൊരു തന്നെ ഒരു തടിയൻ, തമ്പി, ഇങ്ങനെയുള്ളവരൊക്കെ തന്നെ. അവരെയാണ് അതിൻ്റെ നേതൃത്വം. അത് കുറേ നാൾ അകത്ത് കിടന്നിരുന്നു. DRIക്കാർ പിടിച്ച് അകത്ത് ഇട്ടിരുന്നു. ഡൽഹിയിൽ നിന്ന് അതിനുള്ള ഓർഡറൊക്കെ വന്നു. ഇപ്പം പിന്നെ ജാമ്യം എടുത്തു. ജാമ്യത്തിലാണ് അവർ രണ്ടുപേരും. അത് ജാമ്യം അവരുടെ വക്കീൽ രാമൻപിള്ളയാണ്, ദിലീപിൻ്റെയൊക്കെ വക്കീൽ. അവർ വലിയ പുള്ളികളാണ്. അതെ അതെ, അവരുടെ ഏർപ്പാടെന്നാണല്ലോ. ആര് ചാവുന്നു ആരെ കൊല്ലുന്നു എന്നുള്ളതൊന്നും അല്ലല്ലോ അവരുടെ പ്രശ്നം. അവർക്ക് അവരുടെ കാര്യം നടക്കണം. ഇപ്പം 3 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷം രൂപ വരുമല്ലോ. അത് എടുത്തുകൊണ്ട് പോയിന്നല്ലേ പറയണത്. അത് പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ പോലീസിന്. അതൊക്കെ തന്നെ അവരുടെ പണി, സ്ഥിരം പണി. എന്ത് കിട്ടിയാലും കൊണ്ടുപോകും. സ്വർണ്ണമാണ് കുറേ കൂടി വില കൂടിയൊരു മെറ്റൽ. അത് കൊണ്ടുപോയി വിൽക്കാനും എളുപ്പമായിരിക്കും. അവർക്ക് അതിനുള്ള ഔട്ട്ലെറ്റൊക്കെ കാണുമായിരിക്കും. ഇല്ല, എവിടെ നീതി എവിടെ ലഭിക്കണേ? ഒരു നീതിയും ലഭിച്ചിട്ടില്ല. ഇങ്ങനെ പോവുക. അർജുനെ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നുണ്ടോ? നോക്കണം എന്താണെന്ന്. നമുക്ക് ഇപ്പോൾ രണ്ടാമതൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് CBI. അത് വന്നു കഴിഞ്ഞിട്ട് പോകണം, എന്തെങ്കിലുമായിട്ട് പോകണം. അന്ന് അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്. കാരണം ആ ഒറിജിനൽ കേസ് പിൻവലിക്കാമെങ്കിൽ ഈ MACTയുടെ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു അനന്തകൃഷ്ണൻ. ഓഫർ അങ്ങനെ പറഞ്ഞു, നമുക്ക് പിൻവലിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ അത് തന്നെ, കേസ് പിൻവലിക്കണം. ഞാൻ പറഞ്ഞു അത് വേണ്ട, നടക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു. അവരുടെ സംസാരത്തിൽ നിന്ന് ഇവൻ കൊടുത്ത MACT കേസ് ഞാൻ തോറ്റു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. തോറ്റു എന്ന് പറഞ്ഞാൽ ബാലു ഡ്രൈവ് ചെയ്തു, അതിന് കോമ്പൻസേഷൻ ഞാൻ കൊടുക്കണം. ഇൻഷുറൻസ് കമ്പനിയല്ല, ഞാൻ കൊടുക്കണം. 1,30,00,000 രൂപയാണ് അതിനകത്ത് പറഞ്ഞത്. അത് റൗണ്ട് ചെയ്ത് 1 കോടി കൊടുത്താൽ മതി. അത്ര ഒരു കൺസെഷൻ ചെയ്തു. ഇല്ല, മരണശേഷം ഉണ്ടായി. കാരണം ഇവനെ ATM കവർച്ചയിൽ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ അന്വേഷിച്ചു ഇവനെ ആരാണ് എന്താണെന്ന്. അപ്പോൾ ഈ ATM കവർച്ചയിൽ ഇവൻ കൂട്ടുനിന്നു, കവർന്നു. അതിനുശേഷം ഒരു വീട് കുത്തിപ്പൊളിച്ച് അതിനകത്ത് എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി എന്നറിഞ്ഞു. ഇതൊക്കെ തന്നെ. ആൾ ക്രിമിനലാണെന്ന് അവിടെയുള്ള പലരും പറഞ്ഞു. ഈ അർജുനൻ പലതരത്തിലും. അപ്പം എന്തൊക്കെയാണ് അവൻ ചെയ്തിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേറെ വിവരം. നമ്മളെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒന്നും അല്ലല്ലോ. അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവറും ഇല്ല. നമ്മൾ ഈ അന്വേഷിച്ച് അറിയണ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒതന്റിക് അല്ലല്ലോ ഒന്നും. അതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ ഇല്ല.